ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ നട്ടപ്പുരി വെയിലത്ത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഐനാൻ്റെ സ്കേറ്റിംഗ് ക്ലാസ്സിലേക്കാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട്. 12 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാറ്റർഡേ സൺഡേ 1.5 hours ക്ലാസ് ടൈമിങ് വരുന്നത്. 1 hour സ്കേറ്റിംഗ് ക്ലാസ്സും 1/2 hour എക്സസൈസുമാണ് ഇവർക്ക് വരുന്നത്. ലൈസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് സ്കൂളിലാണ് ക്ലാസ് ഉള്ളത്, അക്കാദമിക് സിറ്റിയിൽ. സ്കേത്തറാത്തി എന്ന് പറയുന്ന അക്കാദമിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അക്കാദമിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഇവരിപ്പോൾ ഉള്ളത് അഡ്വാൻസ് ലെവൽ ക്ലാസ്സിലാണ്. ഐനാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ ശിവയും കൂടി ഉണ്ട് ഈ ക്ലാസ്സിൽ. ഇവർ രണ്ടുപേരും കുറച്ചധികം നാളായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ് ഈ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സ്കൂളിനെ പറ്റി എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് ഏരിയ ഉള്ളൊരു സ്കൂളാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗ്രീനറി, അതും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയണം. അത്രയ്ക്കധികം ഗ്രീനറി ഉള്ളൊരു സ്കൂൾ തന്നെയാണിത്. ഈ ഒരു പാത്വേ കാണുമ്പോൾ തന്നെ നമ്മൾ എവിടെയോ ഒരു റിസോർട്ടിലൊക്കെ എത്തിയൊരു ഫീലാണ് കിട്ടുന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇതേ ഒരു ഫീല് തന്നെയായിരിക്കും. കാരണം ഈ ഒരു ഗ്രീനറിയും ഈ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു ഫ്രഷ് ഫീലും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. ഈ സ്കൂളിൽ വെക്കേഷൻ ടൈമിൽ കുറച്ചധികം എക്സ്ട്രാ ആക്ടിവിറ്റീസും പല അക്കാദമീസും കണ്ടക്ട് ചെയ്യാറുണ്ട്. സ്വിമ്മിങ് ക്ലാസ് വരുന്നുണ്ട്, ഫുട്ബോൾ കോച്ചിങ് ഉണ്ട്, പിന്നെ അവർലി ബേസിസിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ വരുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. അപ്പം ഈ ഒരു ചൂട് സമയത്തുള്ള ഈ ഒരു വെയിൽ, ആ ഒരു ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു ഫ്രഷ് ഫീൽ തന്നെ കിട്ടുന്നൊരു സ്കൂൾ ഏരിയ ആണിത്. നമ്മളിപ്പം നേരെ ക്ലാസ്സിൽ സ്കേറ്റിംഗ് നടക്കുന്ന ഹാളിലേക്കാണ് പോകുന്നത്. ക്ലാസ് ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഐനാൻ ജോയിൻ ചെയ്തു, ശിവ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇവർ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ബാൽക്കണിയിലിരുന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില്ലടിച്ചിരിക്കുന്ന ഒരു ടൈമാണ് ഞങ്ങൾക്ക് 1.5 hours ടൈമിൽ. ഈ അക്കാദമിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അഡ്വാൻസ് ലെവലിലായ കുട്ടികൾക്ക് ചാമ്പ്യൻഷിപ്പിന് ഇവർ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയം തന്നെ ഇവർക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 hour കഴിയുമ്പോൾ തന്നെ കുട്ടികൾ ഭയങ്കരമായിട്ടൊന്ന് ടയേർഡാവും. പക്ഷേ എന്നാലും അവർ കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് കഴിയുമ്പം അതിലും എനർജറ്റിക്കായിട്ടാണ് കേട്ടോ പിള്ളേർ പോകുന്നത്. ഇവരിങ്ങനെ പോകുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അവരത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സഫാരി മാളിലാണ് പോയത്, ഷാർജയിൽ. ഒരു ലോങ് ഡ്രൈവ് ആകട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് പോയി വീക്ക്ലി പർച്ചേസും കൂടെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. അവിടെ ചെന്ന് ഒരു വീക്കിലേക്ക് വേണ്ട ഗ്രോസറി പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ബില്ലൊക്കെ ചെയ്തതിന് ശേഷം ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെ സമയം ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഷാർജ മൂവയിലെ ഏരിയയിലുള്ള സുനീസ് കിച്ചൺ, ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരുവിധം അറിയായിരിക്കും. നല്ല അടിപൊളി ഫുഡ് കിട്ടുന്നൊരു ഏരിയ കേട്ടോ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു റെസ്റ്റോറൻ്റാണ്. നല്ല ഊണ് കിട്ടും, അതുപോലെ തന്നെ നല്ല അടിപൊളി ബീഫ് ഫ്രൈ ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു, ഈവൻ ഞങ്ങളും. അപ്പോൾ ആരെങ്കിലും ഷാർജ മൂവയിലെ ഏരിയ അല്ലെങ്കിൽ ദുബൈയിലേക്ക് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് ട്രൈ ഔട്ട് ചെയ്യാൻ മറക്കല്ലേ.